നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അങ്ങനെ ചൂട് പിടിച്ച് നടക്കുകയാണ്. പലതരത്തിലുള്ള വിഷയങ്ങൾ പ്രചാരണ രംഗത്തേക്ക് മാറി മാറി എത്തുന്നു. അതിന്മേലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇനി അറിയേണ്ടത് മുന്നണികൾക്ക് എന്തൊക്കെ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാനുണ്ട് എന്നുള്ളതാണ്. BJPയുടെ പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നതുൾപ്പെടെ പാവപ്പെട്ട കുടുംബങ്ങളിലെ വനിതകൾക്ക് മാസം 2500 രൂപ കൊടുക്കുന്നതുൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ വന്നിരുന്നു. ഇനി ഇടത് വലത് മുന്നണികൾക്ക് ജനങ്ങൾക്ക് എന്ത് നൽകാനുണ്ട് എന്നാണ് അറിയേണ്ടത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇരു മുന്നണികളുടെയും പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും. കോഴിക്കോട് വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് LDFന്റെ പ്രകടന പത്രിക പുറത്തിറക്കുന്നത്. ക്ഷേമ പെൻഷൻ 3500 രൂപ, അതിവേഗ ട്രെയിൻ, KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അടക്കമുള്ള വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിൽ ഉണ്ടാകുമെന്നാണ് സൂചന. രാവിലെ 10 മണിക്ക് എറണാകുളത്ത് വെച്ച് UDFന്റെ പ്രകടന പത്രികയും പുറത്തുവിടുന്നുണ്ട്. വിവരങ്ങൾക്കായി സെയ്ഫ് സൈൻ അബ്ദുലിലേക്ക് പോകാം. തിരുവനന്തപുരത്ത് നിന്ന് സെയ്ഫ്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നിപ്പോൾ ഇരു മുന്നണികളുടെയും പ്രകടന പത്രിക പുറത്തിറങ്ങുന്നുണ്ട്. BJPയുടെ പ്രകടന പത്രിക പുറത്തിറങ്ങി കഴിഞ്ഞു. അതിലുള്ള വാഗ്ദാനങ്ങൾ അതിനെ കൂടി ഒരു പടി കവച്ചു വെക്കുന്ന രീതിയിൽ 3500 രൂപ ക്ഷേമ പെൻഷൻ എന്നുള്ള ഇടതു മുന്നണിയുടെ ചില പ്രഖ്യാപനങ്ങളൊക്കെ വരാനിരിക്കുന്നതൊക്കെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ പ്രകടന പത്രിക ഇന്നിപ്പോൾ ഏത് സമയത്തായിരിക്കും ഇരു മുന്നണികളുടെയും പ്രകടന പത്രിക പുറത്തു വരിക? എന്തൊക്കെ വാഗ്ദാനങ്ങൾ അതിലുണ്ടാകും? വാഗ്ദാനങ്ങളുടെ പെരുമഴ തന്നെ ഉണ്ടാകും ജിൽസി. രണ്ട് മുന്നണികൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു. തോമസ് ഐസക് അധ്യക്ഷനായ സമിതിയാണ് ഇടതുമുന്നണിക്ക് വേണ്ടി പ്രകടന പത്രിക തയ്യാറാക്കിയത്. ബെന്നി ബെഹനാൻ അധ്യക്ഷനായ സമിതിയാണ് UDFന് വേണ്ടി പ്രകടന പത്രിക തയ്യാറാക്കിയത്. ഈ സമിതിയിൽ വിവിധ അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഏതാണ്ടൊരു ഒരു മാസത്തോളം സമയമെടുത്താണ് പ്രകടന പത്രിക തയ്യാറാക്കി ഇന്നിപ്പോൾ രണ്ട് മുന്നണികളും പുറത്തിറക്കുന്നത്. വാഗ്ദാനങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ജിൽസി ഇപ്പോൾ സൂചിപ്പിച്ചപ്പോൾ തന്നെ ജനങ്ങളുടെ ക്ഷേമമാണ് ഇടതുമുന്നണി മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 5 വർഷം കൊണ്ട് ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കുമെന്നായിരുന്നു ഇടതുമുന്നണി വാഗ്ദാനം ചെയ്തത്. പക്ഷേ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം അത് 2000-ൽ തട്ടി നിൽക്കുകയാണ്. ഇന്നിപ്പോൾ പുറത്തിറക്കാൻ പോകുന്ന പ്രകടന പത്രികയിൽ ക്ഷേമ പെൻഷൻ 3500 രൂപയായി വർദ്ധിപ്പിക്കും 5 വർഷം കൊണ്ടെന്ന വാഗ്ദാനം പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതുപോലെ തന്നെ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന പ്രഖ്യാപനം ഉണ്ടായേക്കും. അതിവേഗ റെയിൽ കോറിഡോർ കേരളത്തിന് വേണ്ടി പ്രഖ്യാപിക്കും എന്നാണ് മറ്റൊരു സൂചന. IT മേഖലയുമായി ബന്ധപ്പെട്ട ചില ഇളവുകൾ പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, മധ്യവയസ്കർ അടക്കമുള്ളവർക്ക് പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപനത്തിൽ ഉണ്ടാകും. സ്ത്രീകളെ ഊന്നിയുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ചില പദ്ധതികൾ തയ്യാറാക്കി അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കും. ദേശീയപാത വികസനം 6 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കും. ആ പ്രഖ്യാപനവും ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിൽ ഉണ്ടാകും. അങ്ങനെ വാഗ്ദാനങ്ങൾ ഒരുപാട് ഉണ്ടാകും പ്രകടന പത്രികയിൽ. ജനങ്ങളെ കയ്യിലെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. UDFിലേക്ക് വരികയാണെങ്കിൽ പ്രകടന പത്രികയുടെ ആദ്യ സൂചനകൾ അവർ നൽകിയിരുന്നു. അവർ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് എത്തിയപ്പോൾ 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചു. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും, അത് അവകാശമായി പ്രഖ്യാപിക്കും എന്നുള്ളതാണ് UDFന്റെ പ്രകടന പത്രികകൾ ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യം. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്ന പ്രഖ്യാപനം നടപ്പാക്കുമെന്ന വാഗ്ദാനം അതിനകത്ത് ഉണ്ടായേക്കും. അതുപോലെ തന്നെ 25 ലക്ഷം രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസ് എല്ലാ കുടുംബങ്ങൾക്കും ഉണ്ടാകുമെന്ന പ്രഖ്യാപനം ഉണ്ടായേക്കും. അങ്ങനെ 5 ഗ്യാരണ്ടികളിൽ ഊന്നിയുള്ള പ്രഖ്യാപനങ്ങളായിരിക്കും പ്രധാനമായും UDFും നടത്താൻ പോകുന്നത്. രണ്ട് മുന്നണികളുടെയും പ്രകടന പത്രിക ഒരേ സമയം ഒരേ ദിവസം പുറത്തിറങ്ങും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രത്യേകതയായി കാണാൻ കഴിയുന്നത്. ഇടതുമുന്നണിയുടേത് കോഴിക്കോടും UDFന്റേത് കൊച്ചിയിലുമാണ് പുറത്തിറക്കുന്നത്. ജിൽസി, അപ്പോൾ കാത്തിരിക്കാം. ഇന്നൊരു വാഗ്ദാന പെരുമഴ തന്നെ ഇരു മുന്നണികളുടെയും ഭാഗത്തുനിന്നുണ്ടാകും. പ്രകടന